ഹലോ ഗായ്സ്, എൻ്റെ പേര് അജിത്ത്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് യെസ് അർജു. യെസ്, ആരാണ് അർജു? ആരാണവൻ? കോപ്പി പേസ്റ്റ്. എന്താണവൻ? കോപ്പി പേസ്റ്റ്. എന്താണ് അവൻ ചെയ്യുന്നത്? കോപ്പി പേസ്റ്റ്. യൂട്യൂബിൽ അവൻ എന്താണ് ചെയ്യുന്നത്? നമുക്കത് നോക്കാം. അർജു നല്ലൊരു കലാകാരനാണ്. കോപ്പി പേസ്റ്റ്. അവന്റെ എക്സ്പ്രഷൻസ് ആണ് അവന്റെ ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. പുള്ളിക്കാരന്റെ എക്സ്പ്രഷൻ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പേഴ്സണലി അവന്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ചില കാര്യങ്ങളാണ് എനിക്ക് അവന്റെ ഇഷ്ടപ്പെടാത്തത്. ഡയലോഗ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നല്ലേ. ഒന്നാമത്തെ കാര്യം നോക്കാം, ഇത് അവന് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഒരു ജാതിനെയും മതത്തിനെയും എല്ലാം അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അവൻ പറഞ്ഞത്. അത് ശരിയായില്ല. ഇവൻ നാട്ടിലുള്ള സകല ആൾക്കാരെ റോസ്റ്റ് ചെയ്യുന്നില്ല, ഇവനെ എന്തുകൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തുകൂടാ? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവനെ റോസ്റ്റ് ചെയ്യുന്ന ഒരു ചാനൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അർജു ആവാൻ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒരുപാട് വ്യത്യാസമുണ്ട്, അറിയോ? എന്തൊക്കെയാണ്? നിർബന്ധമായിട്ടും ഒരു ടീഷർട്ട്, ഒരു കണ്ണാടി, ഒരു മൈക്ക്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അർജു ആവാം. ഇനി നമുക്ക് അർജുന്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാം. അർജു ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. 1998 അവന്റെ ജനനം. അതായത് ഏകദേശം ഒരു 26 വയസ്സായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഫോളോവേഴ്സും ലൈക്കും കമന്റും എല്ലാം കയറിയതുകൊണ്ട് ചെറിയൊരു അഹങ്കാരവും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. അർജുന്റെ വീഡിയോന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻട്രോ അടിപൊളിയായിരിക്കും. ഇൻട്രോ പുള്ളി വന്നിട്ട് കുറെ എഫക്റ്റ് എല്ലാം കയറ്റി നല്ല അടിപൊളി ഒരു ഇൻട്രോ ആയിരിക്കും. പക്ഷെ ആ ഒരു വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വീഡിയോ അവസാനം വരെ കണ്ടുപോകും. അതുപോലെ ഒരു പെർഫോമൻസ് ആണ് അവന് കാഴ്ചവെക്കുന്നത്. പുള്ളിക്ക് കോപ്പിറൈറ്റ് ക്ലെയിമും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും പുള്ളി ചെയ്യുന്ന കണ്ടന്റ് എല്ലാം അടിപൊളിയാണ്. യൂട്യൂബിലെ റോസ്റ്റിംഗ് രംഗത്തെ രാജാവ് ആര്? അർജു. റോസ്റ്റിംഗ് രംഗത്തെ രാജാവ് അർജു. ആരാണവൻ? റോസ്റ്റിംഗ്. പിന്നെ പുള്ളി ചെയ്യുന്ന വീഡിയോന്റെ ഒരു പ്രത്യേകത, ഒരു കറങ്ങുന്ന കസേര. ആ കറങ്ങുന്ന കസേരന്റെ നേരെ മുമ്പിലായിട്ടൊരു മൈക്ക്. ആ മൈക്കയെ നോക്കി എന്തെല്ലോ കോപ്രായം കാണിക്കുന്നു. ആരുടെയൊക്കെയോ വീഡിയോ എടുത്ത് സൈഡ് വെക്കുന്നു. ഇതൊക്കെയാണ് പുള്ളിന്റെ മെയിൻ പരിപാടി. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ വീഡിയോയിലും അർജു പറയുന്ന പോലെ ഇതൊരു വ്യക്തി വൈരാഗ്യമായിട്ട് എടുക്കരുത്, ജസ്റ്റ് തമാശയായിട്ട് എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, നാളെ കാണാം.